Welcome to a new session of MI Academia. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. നോർമലി നമ്മുടെ സിലബസ് വെച്ചിട്ട് ഫസ്റ്റ് ഇയർ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. FET ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സും ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. കൺസ്ട്രക്ഷൻ നോർമലി എക്സാംസിന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല, പക്ഷേ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. 90% ഓഫ് ദ എക്സാംസിനും അവർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വർക്കിംഗ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് വർക്കിംഗ് ഓഫ് NPN ട്രാൻസിസ്റ്റർ ആണ്. വളരെ റെയർ ആയിട്ട് മാത്രമാണ് വർക്കിംഗ് ഓഫ് PNP ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷനും അതെങ്ങനെയാണെന്ന് പറയാം. ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ നമ്മളിപ്പം ഇതുവരെ പഠിച്ചിരിക്കുന്നത് എന്താണ്? ഡയോഡ്സ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലേ? PN ജംഗ്ഷൻ ഡയോഡ്സ്. അപ്പോൾ PN ജംഗ്ഷൻ ഡയോഡ് എന്നാണ് പിന്നീട് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലോട്ട് വരണത്. ആക്ച്വലി നമുക്ക് ട്രാൻസിസ്റ്ററിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയോഡ്സ് എടുക്കാം. ഇപ്പോൾ ഡയോഡ് എടുത്തിട്ട് ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാൻസിസ്റ്റർ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു PN ജംഗ്ഷൻ ഡയോഡ് എടുത്തു, ഒരു P ഒരു N, അതേപോലെ തന്നെ ആ Pനെ ഞാൻ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തു. ഇത് N റീജിയൻ ആണ്, ഇത് P റീജിയൻ ആണ്, ഇത് P റീജിയൻ ആണ്, ഇത് N റീജിയൻ ആണ്. ഇത് കോമൺ ആയിട്ട് P റീജിയൻ ആണ്. സോ NPN എന്ന് പറഞ്ഞൊരു ട്രാൻസിസ്റ്റർ ഉണ്ടാവും. ഇതേപോലെ നമ്മൾ റിവേഴ്സിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PNP ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഡയോഡിൽ നിന്നാണ് ശരിക്കും ബേസിക്കലി ആര് പറഞ്ഞ ട്രാൻസിസ്റ്റർ വരുന്നത്. ഡയോഡിന് രണ്ട് ടെർമിനലും ഒരു ജംഗ്ഷനാണ് ഉണ്ടായിരുന്നെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു ട്രാൻസിസ്റ്റർ 3 ടെർമിനലാണ്. ഈ ഒരു N, ഈ ഒരു P, ഇവരുടെ ബിറ്റ്വീൻ ഒരു ജംഗ്ഷൻ, ഇവരുടെ ബിറ്റ്വീൻ ഒരു ജംഗ്ഷൻ. അപ്പോൾ ഇറ്റ് വിൽ ബി ഹാവിങ് 3 ടെർമിനൽസ് ആസ് വെൽ ആസ് 2 ജംഗ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി അതേപോലെ തന്നെ ഓരോ ടെർമിനൽസിനും ഒരു പേരുണ്ട്. ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. ഓക്കെ, ഇനി ട്രാൻസിസ്റ്റർ നമ്മൾ ചുമ്മാ ട്രാൻസിസ്റ്റർ എന്നല്ല പറയുക, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നാണ് പറയണത്. ബൈപോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പൊളാരിറ്റി ഉള്ള ട്രാൻസിസ്റ്റേഴ്സ് എന്നാണ്. 2 പൊളാരിറ്റി എന്ന് പറയുമ്പോൾ എന്താ? 2 ഡിഫറെൻറ്റ് ചാർജസ് ഉള്ള ചാർജ് കാരിയേഴ്സ് അതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ടാവും. അതായത് പോസിറ്റീവ് ചാർജ് കാരിയേഴ്സും ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് കാരിയേഴ്സും ആണ് ടോട്ടൽ കറണ്ടിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഹോൾസും നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസും. ഇലക്ട്രോൺസിൻ്റെയും ഹോൾ കറണ്ടിൻ്റെയും കൂടെ സമ്മാണ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹെൻസ് ദ നെയിം എന്ത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് ഇതിന്റെ കൺസ്ട്രക്ഷൻ ആണ്. 3 ടെർമിനൽസ് ഉണ്ടെന്ന് മിസ് പറഞ്ഞു, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. റൈറ്റ്. അപ്പോൾ എമിറ്റർ എന്ന് പറയുന്നത് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് എമിറ്റ്സ് ഇലക്ട്രോൺസ്. അതാണ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുക. അപ്പോൾ നോർമലി ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ആരെങ്കിലും കളക്ട് ചെയ്യാൻ വേണ്ടി വേണം. സോ അറ്റ് ദ റൈറ്റ് എൻഡ് വി ആർ ഹാവിങ് എ കളക്ടർ റീജിയൻ ടു കളക്ട് ഓൾ ദ ഇലക്ട്രോൺസ്. ഓക്കെ, എല്ലാ ഇലക്ട്രോൺസിനെയും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ടർ റീജിയൻ ഉണ്ട്. സോ വാട്ട് ഇസ് ദ യൂസ് ഓഫ് ബേസ്? ബേസ് ഇസ് ഗോയിങ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം the emitter to the collector. ബേസ് ആണ് ഇലക്ട്രോൺ ഫ്ലോനെ കൺട്രോൾ ചെയ്യണത്. എമിറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിന്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യണത് ആരാണ്? ബേസ് ആണ്. ഓക്കെ, ഇനി as we know, emitter എന്താണ്? is going to emit electrons, അല്ലെ? ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ പോവാണ്. സോ ഏറ്റവും കൂടുതൽ ഡോപ്പ് ചെയ്യേണ്ട കാര്യമാണ് എമിറ്ററിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡോപ്പ് ചെയ്യേണ്ടത്. ആൻഡ് കളക്ടറും അതുപോലെ തന്നെ കുറച്ചും കൂടെ എമിറ്ററിന് അത്രയും ഡോപ്ഡ് അല്ല, ഏറ്റവും ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ട് ആളാരായിരിക്കും? ബേസ് ആണ്. ഓക്കെ, ഇനിയും അതേപോലെ തന്നെ അവരുടെ സൈസ്, അതായത് എമിറ്ററിൽ നിന്നും ബേസിൽ നിന്നൊക്കെ വരുന്ന ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്യുന്ന റീജിയൻ ഏതാണ്? കളക്ടറാണ്, അല്ലേ? അപ്പോൾ കളക്ടറിനകത്തോട്ട് കുറേ ഇലക്ട്രോൺസ് വരും, അല്ലേ? അപ്പോൾ ഇലക്ട്രോൺസ് വരും നോർമലി എന്താ പറ്റുക? ഭയങ്കരമായിട്ട് അവിടെ ഹീറ്റ്, കുറേ ആൾക്കാർ വരുമ്പോൾ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഹീറ്റ് എനർജി ഉണ്ടാവാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഏരിയ എന്ത് ചെയ്ത് വെക്കും? കുറച്ച് വലുതാക്കി വെക്കും. സോ ഏറ്റവും ഹയസ്റ്റ് ഏരിയ കളക്ടറിനായിരിക്കും, പിന്നെ എമിറ്ററിന്, പിന്നെയാണ് ബേസിന് ഏരിയ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ട്രാൻസിസ്റ്റർ ഇങ്ങനത്തെ ഒരു ഡയഗ്രം വരയ്ക്കുമ്പോൾ ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ചിലർ വരയ്ക്കും എമിറ്റർ ബേസൊക്കെ ഒരേ സൈസ് വരച്ച് വെക്കും. അപ്പോൾ അങ്ങനെയല്ല, എമിറ്റർ മോഡറേറ്റ് സൈസാണ്, കളക്ടറാണ് ഏറ്റവും ബിഗ് ഇൻ സൈസ്, ആൻഡ് ബേസിസ് ലൈറ്റ് ചെറിയ സൈസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ടൈപ്സ് ആണ്. മെയിൻലി നമുക്ക് 2 ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് കിട്ടും. നമ്മൾ ആ ഡയോഡ്സിനെ ജോയിൻ ചെയ്യണ അനുസരിച്ചിട്ട് NPN ട്രാൻസിസ്റ്റേഴ്സും ഉണ്ടാവും, PNP ട്രാൻസിസ്റ്റേഴ്സും ഉണ്ടാവും. അപ്പം NPN എന്ന് പറയുമ്പോഴേക്കും P is going to sandwich in between N and N. അപ്പോൾ Nൻ്റെ ഇടയിൽ ഇതായിരിക്കും വരിക. അവർ N എന്ന് പറയുമ്പോൾ അതിനകത്ത് N അല്ലേ കൂടുതൽ. അപ്പോൾ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി PNPയിലോട്ട് വരുമ്പോൾ
N is sandwiched between two p types and majority carriers എന്ന് പറയുമ്പോൾ p ആണ് കൂടുതൽ. അപ്പോൾ ഹോൾ കറണ്ട് ആയിരിക്കും കൂടുതൽ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ സിമ്പിളാണ്. നിങ്ങൾ എക്സാംസിനൊക്കെ വരയ്ക്കുമ്പോൾ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റർ സിമ്പിൾ വരയ്ക്കും. ട്രാൻസ്മിറ്റർ സിമ്പിൾ ഇതുപോലെ തന്നെ വരയ്ക്കണം. അതായത് നമ്മൾ ഒരു വര വരയ്ക്കാം, ഇത് ബേസാണ്, ഇങ്ങനെ ഒരു വര വരയ്ക്കുക, അത് എമിറ്ററാണ്, അല്ല അതിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കണേ കളക്ടർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ 2 ലൈൻ അടുത്ത് വരും, ചിലപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നടുക്കുന്ന തന്നെ തുടങ്ങും. അതൊക്കെ ട്രാൻസിസ്റ്ററിൻ്റെ തെറ്റായ സിമ്പിൾസ് ആണ്. അപ്പം ഇതേപോലെ തന്നെ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് എപ്പോഴും കളക്ടറിലോട്ട് ഒരു വര വരയ്ക്കാം, എമിറ്ററിൻ്റെ സൈഡിലോട്ട് ഒരു വര വരയ്ക്കാം. ആൻഡ് ഇവിടെ നമുക്കൊരു കറണ്ട് ഫ്ലോ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ആരോ മാർക്ക്. എമിറ്ററിൽ നിന്ന് എപ്പോഴും പുറത്തേക്കാണ് കറണ്ട് ഫ്ലോ ഇഫ് ഇറ്റ് ഇസ് എൻ NPN ട്രാൻസിസ്റ്റർ. അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ അതിൻ്റെ വർക്കിംഗ് പഠിക്കുമ്പോഴൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ട്രാൻസിസ്റ്റർ സിമ്പിൾ വരയ്ക്കേണ്ടത്. ഒരു എക്സാംസിന് വരയ്ക്കുമ്പോൾ ഭയങ്കര നിങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കണം. നമ്മൾ സിമ്പിൾസ് മാത്രം മാറ്റാൻ പാടില്ല. ഓക്കെ, അപ്പം PNP എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ അകത്തേക്കാണ് ആരോ മാർക്ക് വരിക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. എമിറ്ററും ബേസും കളക്ടറും നമ്മൾ ഈ BCന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ട്രാൻസിസ്റ്റർ ജംഗ്ഷൻസ് ആണ്. നമ്മൾ പറഞ്ഞ 3 ടെർമിനൽസ് ഉണ്ട്, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. സോ ഇറ്റ് ഇസ് ഹാവിങ് 2 ജംഗ്ഷൻസ് ഉണ്ടാവും. ജംഗ്ഷൻ E എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ആണ്. ജംഗ്ഷൻ C എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ബേസും കളക്ടറും തമ്മിലുള്ള ആ മീറ്റിംഗ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയണേ. ഇപ്പോൾ ഈ ഒരു റീജിയനാണ് എമിറ്റർ ബേസ് കളക്ടർ ജംഗ്ഷനും, ഇത് എമിറ്റർ ബേസ് ജംഗ്ഷനും. ഈ ഒരു ജംഗ്ഷൻ, ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്, ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്. ഇനിയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇതിനെ ബയാസ് ചെയ്യിക്കും. ഇപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ ഡയോഡ് എടുത്താൽ തന്നെ നമ്മൾ അതിനെ ബയാസ് ചെയ്യിക്കും. അപ്പോൾ ട്രാൻസിസ്റ്ററിനെ നമ്മൾ ബയാസ് ചെയ്യും. അപ്പോൾ നമ്മൾ നോർമലി ബയാസ് ചെയ്യുക ഈ ഒരു ജംഗ്ഷൻ, എമിറ്റർ ബേസ് ജംഗ്ഷനും ബയാസ് ചെയ്യും, കളക്ടർ ബേസ് ജംഗ്ഷനും ബയാസ് ചെയ്യും. അപ്പോൾ നമ്മൾ ബയാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ എക്സ്റ്റേണൽ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബയാസ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ അതിനകത്ത് 2 കാര്യങ്ങൾ നോക്കണം. നമ്മൾ കൊടുക്കുന്ന ബയാസിങ് അനുസരിച്ചിട്ട് ഈ ട്രാൻസിസ്റ്റർ പല മോഡ്സിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 2 സ്ഥലത്തും റിവേഴ്സ് ബയാസിങ് ആണ് കൊടുക്കണമെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ഓഫായി പോകും. ഓക്കെ, 2 സ്ഥലത്തും ഫോർവേഡിലാണ് കൊടുക്കണമെങ്കിൽ ട്രാൻസിസ്റ്റർ വിൽ ബി ഓൺ സ്റ്റേജ്, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കറണ്ട് ആയിരിക്കും അതിൽ കൂടെ ഫ്ലോ ചെയ്യാം. അപ്പോൾ ഓൺ ഓഫ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് വേണ്ടത്, ട്രാൻസിസ്റ്ററിന് വേണ്ടത് ആക്ച്വലി സ്വിച്ചസിലാണ്. സ്വിച്ചാണ് നമുക്ക് ഇടയ്ക്ക് ഓൺ ആക്കി ഓഫ് ആക്കാം. ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ആക്റ്റീവ് റീജിയൻ, ആക്റ്റീവ് മോഡ് ഉണ്ട്. ആക്റ്റീവ് മോഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡ്. എമിറ്റർ ബേസ് ജംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യും, ഫോർവേഡ്, അത് ഈ ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്യും, ഈ ഡയോഡിനെ നമ്മൾ എന്ത് ചെയ്യും, റിവേഴ്സ് ബയാസ് ചെയ്യും. അവിടെയാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും ചെയ്യുമ്പോഴാണ് ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ്, ആംപ്ലിഫൈ ചെയ്യാൻ റെഡി ആയിട്ട്. ഓക്കെ, ഇനി റിവേഴ്സ് ആക്റ്റീവ് എന്ന് പറയുന്നത് നേരെ തിരിച്ചു കൊടുക്കണം. എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്, മറ്റത് പക്ഷെ നമ്മളത് ഒട്ടും യൂസ് ചെയ്യാത്ത ഒരു മോഡാണ്. ഓക്കെ, ട്രാൻസിസ്റ്ററിന് ആക്ച്വലി ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 2 ആപ്ലിക്കേഷൻസ് ആണുള്ളത് ട്രാൻസിസ്റ്ററിന്. ട്രാൻസിസ്റ്റർ ഇസ് ആക്ട്സ് ആസ് എ സ്വിച്ച് ആസ് വെൽ ആസ് എൻ ആംപ്ലിഫയർ. അപ്പോൾ ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യണമെന്നും എങ്ങനെയാണ് ആംപ്ലിഫയർ ആക്ട് ചെയ്യണമെന്നും നമ്മൾ വരുന്ന ക്ലാസ്സസിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. നമ്മൾ ജംഗ്ഷനിൽ കൊടുക്കുന്ന ബയാസിങ് അനുസരിച്ചിട്ടാണ് ട്രാൻസിസ്റ്റർ ഇസ് ഗോയിങ് ടു ആക്ട് ആസ് ആൻ ഈദർ ആസ് എൻ ആംപ്ലിഫയർ ആസ് ആൻ സ്വിച്ച്. Okay. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സ് ആയിട്ട് തന്നെ നമ്മൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ ഞാനിപ്പോൾ വർക്കിംഗ് പറയാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു NPN ട്രാൻസിസ്റ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ NPN ആൻഡ് ലെഫ്റ്റ് സൈഡിൽ എമിറ്റർ, നടുക്ക് ബേസ്, കളക്ടർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് എന്താ പറഞ്ഞിരിക്കുന്നത്, ട്രാൻസിസ്റ്റർ വർക്കിംഗ് ഇപ്പോൾ ഒരു ആംപ്ലിഫയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ചെയ്യണം, കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ത് ചെയ്യണം, റിവേഴ്സ് ബയാസ് ചെയ്യണം. അപ്പോൾ ഇത് എൻ റീജിയൻ ആണ്. ആക്ച്വലി ഇത് എൻ റീജിയൻ ആണ് അല്ലേ. ഇത് എൻ റീജിയൻ ആകുമ്പോൾ നമ്മളിവിടെ ഫോർവേഡ് ബയാസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം, നമ്മളിവിടെ എൻ ടൈപ്പ് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുക. ഇനി ഇത് P ആണ്. ഫോർവേഡ് ബയാസ് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് പൊളാരിറ്റി. ബാറ്ററിയുടെ ഏറ്റവും വലിയ ടെർമിനൽ എന്ന് പറയുന്നത് പോസിറ്റീവും കുഞ്ഞു ടെർമിനൽ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഫോർവേഡ് ബയാസ് ചെയ്തു. കളക്ടർ ബേസ് ജംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ബയാസ് ചെയ്യണം. അപ്പോൾ Pനെ ഇവിടെ എന്ത് ചെയ്തു, നെഗറ്റീവ് മാർക്ക് ചെയ്തു, Nനെ പോസിറ്റീവ് മാർക്ക് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, ബയാസിങ് ഓഫ് ദ ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ ട്രാൻസിസ്റ്ററിനെ നമ്മൾ എഴുതുമ്പോഴും അതുപോലെ തന്നെ എഴുതാം. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ചെയ്യുക, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ്
VCB എന്ന് പറയുന്നത്, അതായത് റിവേഴ്സ് ബയസിൽ നമ്മൾ ഇച്ചിരി കൂട്ടിയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എമിറ്റർ നമുക്കറിയാം ഹെവിലി ഡോപ്ഡ് ആണെന്നുള്ള കൺസെപ്റ്റ്. ബാക്കി എല്ലാ കൺസെപ്റ്റും അങ്ങനെ. എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണ്, കളക്ടർ വലിയ റീജിയൻ ആണ്, ബേസ് ചെറിയ റീജിയൻ ആണ്, ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റെപ്സ് ആയിട്ട് പറയണം. നമ്മൾ ആദ്യം ഫോർവേഡ് ബയസിങ് കൊടുക്കുകയാണ്. ഫോർവേഡ് ബയസിങ്ങിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമുക്കറിയാം ഇതൊരു ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് ആണ്. അതായത് ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ ഈ ജംഗ്ഷൻ, അതായത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറയും. ഓക്കെ, മെജോറിറ്റി കാരിയേഴ്സ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ്. എന്നിനകത്തുള്ള മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? ഇലക്ട്രോൺസ് ആണ് അല്ലേ? എൻ നെഗറ്റീവ് ആണ്, ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവ് മൊത്തം മെജോറിറ്റി കാരിയേഴ്സിന് എന്ത് ചെയ്യും? ഇവിടെ കുറേ ഇലക്ട്രോൺസ് ഉണ്ടാവും, കാരണം ഹെവിലി ഡോപ്ഡ് ആണ്. ഇവരെല്ലാവരും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ മെജോറിറ്റി കാരിയേഴ്സിനെയൊക്കെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൂവ്മെന്റ് ആണ്. ഈ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഇവരുടെ നോർമൽ ടെൻഡൻസി എന്താണ്? ഇവരെങ്ങോട്ടേക്ക് പോകും? ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഈ VB എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ബെവീൻ ജംഗ്ഷൻ പഠിച്ചാണ് ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്. സിലിക്കൺ ആണെങ്കിൽ 0.7 ആണ്. അപ്പോൾ ഇവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ബാരിയർ പൊട്ടൻഷ്യലിനേക്കാൾ വലിയ വോൾട്ടേജ് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ഒക്കെ എങ്ങോട്ട് ക്രോസ് ചെയ്ത് വരും? ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യും. ആ കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഫോർവേഡ് ബയസ് ചെയ്തു, ഇലക്ട്രോൺസ് മൂവ് ചെയ്തു. നിങ്ങൾ സ്റ്റെപ്സ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക, പഠിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എക്സാംസിന് എഴുതാൻ പറ്റും. ഓക്കെ, ആ കറണ്ടാണ് എമിറ്ററിൽ കൂടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന കറണ്ടാണ് എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത്, IE. ഓക്കെ, ഇനി ആ മൂവ് ചെയ്ത ഇലക്ട്രോൺസ് മൊത്തം എവിടെ എത്തും? ബേസ് കറണ്ട് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതെങ്ങനെയാണെന്നാണ് മിസ് പറയുന്നത്. അതായത് ഇവിടെ വരുമ്പോൾ P റീജിയൻ ആണ്, ഇവിടെ കുറേ എന്താ ഉണ്ടാവുക? P റീജിയനിൽ കുറേയും ഹോൾസ് ആണ് ഉണ്ടാവണം. പക്ഷേ ആസ് മച്ച് ആസ് ഇലക്ട്രോൺസിൻ്റെ എമിറ്റർ പോലെ ഉണ്ടാവില്ല. കാരണം P റീജിയൻ എന്ന് പറഞ്ഞത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ അവിടെ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ, പക്ഷെ അവിടെ കുറേ ഇലക്ട്രോൺസ് വന്നു. ഇപ്പം മിസ് പറയുകയാണ് ഇവിടെ നിന്ന് ഒരു 100 ഇലക്ട്രോൺസ് വന്നു എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ നമുക്കൊരു വളരെ കുറച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. 5 ഹോൾസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസന് പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസിൽ 5 ഇലക്ട്രോൺസ് എവിടെ എന്ത് പറ്റും? ഈ ഹോൾസ് ആയിട്ട് എന്ത് പറ്റും? റീകമ്പൈൻ ചെയ്തു പോകും. മനസ്സിലായോ? ബാക്കി എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 95 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പം ഇവിടെ റീകോമ്പിനേഷൻ നടന്നല്ലോ. അവിടെ നിന്ന് പോസ് ചെയ്യാണ് മിസ്. റീകോമ്പിനേഷൻ നടക്കുമ്പോൾ ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഹോൾസ് എന്ത് പറ്റി? ഹോൾസ് നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ ഹോൾസ് നമുക്ക് തീർന്നു. അപ്പം ആക്ച്വലി എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഹോൾസിനെ തീർന്നു കഴിയുമ്പോൾ ഈ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഹോൾസിന് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്കും ഉണ്ട്. അപ്പോൾ ഹോൾസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഹോൾസിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടാണ്. ആ നഷ്ടപ്പെട്ട ഹോൾസ് മൊത്തം ഇവർ കാണിച്ചിരിക്കുന്ന ഫുൾ ഡയറക്ഷൻ ഇലക്ട്രോണിന്റെ ഡയറക്ഷനാണ് കേട്ടോ. അപ്പം ഹോൾസിന്റെ മൂവ്മെന്റ് എന്താണ്? നേരെ മേളിലോട്ടാണ് ഹോൾസിന്റെ മൂവ്മെന്റ് വരിക. ഓക്കെ, അതായത് ഇവിടെ ഒരു 5 ഹോൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇലക്ട്രോൺസ് വന്നപ്പോൾ അവർ തമ്മിൽ റികമ്പൈൻ ചെയ്ത് പോയപ്പോൾ ഇവിടെ ഹോൾസ് കുറഞ്ഞു. അപ്പോൾ പോസിറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യും? കുറച്ച് ഹോൾസിനെ കൊടുക്കും. ഓക്കെ, ആ ഹോൾസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഹോൾ കറണ്ട് എന്ന് പറയണത്, അല്ലെങ്കിൽ ബേസ് കറണ്ട് എന്ന് പറയണത്. അപ്പം നേരത്തെ പറഞ്ഞ എമിറ്റർ കറണ്ട് ആര് കാരണമായിരുന്നു? ഇലക്ട്രോൺസ് കാരണമായിരുന്നു. ഇപ്പൊ പറയുന്ന ബേസ് കറണ്ട് ആര് കാരണമാണ്? ഹോൾസ് കാരണമാണ്. ആ ഹോൾസിന്റെ കറണ്ടാണ് ഹോൾ കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഞാൻ ആ പോസ് ചെയ്തെടുത്ത് തുടങ്ങുകയാണ്. ഇവിടെ കുറേ 95 ഇലക്ട്രോൺസ് ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ എല്ലാം ഇലക്ട്രോൺസ്, അപ്പോൾ കുറേ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഈ വന്നിരിക്കുന്ന എല്ലാ ഇലക്ട്രോൺസിനെയും ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിവേഴ്സ് ബയസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് വാല്യൂ എന്താണ്? വളരെ കൂടുതലാണ്. ഈ ഇലക്ട്രോൺസിനെ മൊത്തം ആരെന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി വലിക്കും. അപ്പോൾ അട്രാക്ട് ചെയ്യും. അപ്പോൾ ആക്ച്വലി എന്ത് പറ്റും? കളക്ടർ റീജിയനിനകത്ത് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് റിവേഴ്സ് ബയസിങ് കൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ കറക്റ്റ് കറണ്ട്. അപ്പോൾ കളക്ടർ കറണ്ട് ഇസ് ഡ്യൂ ടു എന്താണ്? ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ റിവേഴ്സ് ബയസിങ് കാര്യം വന്നു, കളക്ടർ കറണ്ട് ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ സർക്യൂട്ടിൽ ഫുൾ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. മനസ്സിലായി? അപ്പോൾ കളക്ടർ കറണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരും. ഈ സർക്യൂട്ട് ഫുൾ നമുക്കൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് എങ്ങനെയാണ് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവണേ എന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതായത് റിവേഴ്സ് ബയസ്, ഇപ്പോൾ നമ്മൾ ഫോർവേഡ് ബയസിൽ റൈറ്റ് ഹാൻഡിൽ കറണ്ട് ഫ്ലോ കട്ടിംഗ് വോൾട്ടേജ് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് പഠിച്ചു. റിവേഴ്സ് ബയസിൽ ഈ കളക്ടറിൽ മൊത്തം ഇലക്ട്രോൺസ് വരും. അങ്ങനെ കളക്ടർ കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു പഠിച്ചു അല്ലേ? ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ നമുക്കറിയാം ടോട്ടൽ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് 100 ഇലക്ട്രോൺസ് ഫ്രോം ദ എമിറ്റർ ഈസ് ഈക്വൽ ടു 5 ഇലക്ട്രോൺസ്. അവിടെ കമ്പൈൻ ചെയ്ത ഹോൾസ് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോൺസും കമ്പൈൻ ചെയ്തിട്ടുണ്ട്. പ്ലസ് എന്താണ്? ബാക്കി 95 ഇലക്ട്രോൺസ് അവിടെ എത്തി കളക്ടർ കറണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? IE എന്ന് പറയുന്നത് എന്തിൻ്റെ സമ്മായിരിക്കും? IB പ്ലസ് IC. ഇതാണ്
ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിങ്ങിൽ നമ്മൾ കൊണ്ടുവന്ന് അവസാനിപ്പിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ടോട്ടൽ എമിറ്റർ കറണ്ട് ഇസ് എ സം ഓഫ് ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് BJT ആണ്. അതിനകത്ത് കറണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോൾ കറണ്ടിൻ്റെയും ഇലക്ട്രോൺ കറണ്ടിൻ്റെയും കോൺസ്റ്റന്റ് ആണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബൈപോളാർ എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് കറണ്ട് ഹോൾസ് കൊണ്ടിട്ടും കളക്ടർ കറണ്ട് എന്തുകൊണ്ടിട്ടാണ്? ഇലക്ട്രോൺ ഫ്ലോ കൊണ്ടിട്ടുമാണ്. അതുകൊണ്ടാണ് ഹെൻസ് ദ നെയിം ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഇനി ഇതിനകത്ത് ഞാൻ ഈ 100, 5, 95 ഒക്കെ യൂസ് ചെയ്യുന്ന ടെർമിനൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബേസ് കറണ്ട് എന്ന് പറയുന്നത് IB എന്ന് പറയുന്നത് 2 to 5% ഓഫ് IE ആയിരിക്കും. ഇവിടെ 100 ഉണ്ടെങ്കിൽ ഇവിടെ 5 amps എടുത്ത്, അപ്പോൾ 2 to 5% ഓഫ് IE ആണ് ബേസ് കറണ്ട് എന്ന് പറയുന്നത്. വളരെ ചെറിയ കറണ്ടാണ് ബേസ് കറണ്ട് എന്ന് പറയുന്നത്. ബേസ് കറണ്ട് വിൽ ബി ഓൾവേസ് ഇൻ മൈക്രോ ആംപിയേഴ്സിലായിരിക്കും ബേസ് കറണ്ട് വരിക, അല്ലെങ്കിൽ നാനോ ആംപിയേഴ്സിൽ അല്ലെങ്കിൽ മൈക്രോ ആംപിയേഴ്സിലാണ് ബേസ് കറണ്ട് ഉണ്ടാവുക. ആ സമയത്ത് കളക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 95 അല്ലെങ്കിൽ 92 to 95% ആയിരിക്കും എമിറ്റർ കറണ്ടിൻ്റെ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കളക്ടർ കറണ്ട് ആണ് ബേസ് കറണ്ട് വെച്ചും ലാർജ് കറണ്ട്. അപ്പോൾ കളക്ടർ കറണ്ട് വിൽ ബി ഓൾവേസ് ഇൻ മില്ലി ആംസിലായിരിക്കും നമുക്ക് കിട്ടണം. ഈ പോയിന്റ്സ് കൂടെ നമ്മൾ ഓർത്തിരിക്കണം. അതായത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ നമ്മൾ പറയേണ്ടതാണ് I equal to ഇക്വേഷൻ I equal to IB plus IC. ബേസ് കറണ്ട് എന്ന് 2 to 5% ഓഫ് എമിറ്റർ കറണ്ടാണ്. കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് 98 to 95% ഓഫ് എമിറ്റർ കറണ്ടാണ്. ഇനി ട്രാൻസിസ്റ്റർ നമുക്ക് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാൻസിസ്റ്റർ മാത്രം വെച്ച് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ കുറേ റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ വെച്ച് നമ്മളെ സർക്യൂട്ടിനെ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യും. അത് നിങ്ങൾ പഠിക്കും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ട്രാൻസിസ്റ്റർ നമ്മൾ ഇതായിട്ട് വർക്ക് ചെയ്യുമ്പം ഇപ്പം ബേസിനകത്തോട്ടേക്ക് നമുക്ക് വന്നത് കുഞ്ഞു കറണ്ടാണ്, പക്ഷെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയ കളക്ടറിൽ വലിയ കറണ്ടാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യണേ. ആംപ്ലിഫിക്കേഷൻ ആസ് ആൻ ആംപ്ലിഫയർ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ്. ഇത്രയും നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ട്. നമ്മളിത് മാർക്ക് ചെയ്യുമ്പോൾ കറണ്ട് മാർക്ക് ചെയ്യണം. കളക്ടർ കറണ്ട്, എമിറ്റർ കറണ്ട്, ബേസ് കറണ്ട്. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ പണ്ട് മുതലേ കൊടുക്കുന്ന കറണ്ടിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ പണ്ട് വിചാരിച്ചിരുന്ന ഹോൾ കറണ്ടാണ് കറണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യണ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആക്ച്വലി ഇലക്ട്രോൺ ഫ്ലോവിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഹോളിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവും. ഹോളിൻ്റെ ഡയറക്ഷനാണ് എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷനായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അത് നമുക്ക് പണ്ട് മുതലേ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. ഹോളിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ അങ്ങോട്ടേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടത്. ഇലക്ട്രോൺസ് എങ്ങോട്ടാണോ മൂവ് ചെയ്യണത് അതിൻ്റെ ഓപ്പോസിറ്റാണ് കറണ്ട് ഫ്ലോയും മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാ ഡയഗ്രാം വരയ്ക്കുമ്പം ഇത് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ എമിറ്ററിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കാണ് പോണത് അല്ലേ, ഇങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എമിറ്റർ കറണ്ട് എങ്ങോട്ടേക്കായിരിക്കും? ഓപ്പോസിറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഓപ്പോസിറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ കളക്ടറിൽ ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഇങ്ങോട്ടാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം. അപ്പോൾ കളക്ടർ കറണ്ട് എങ്ങോട്ടേക്കായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ബേസ് കറണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, ഇവിടെ കാണിച്ചിരിക്കുന്ന ഇലക്ട്രോൺ ഫ്ലോ ആണ് കേട്ടോ. ബേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹോൾസ് കൊണ്ടിട്ടുള്ള കറണ്ടാണ്. ഹോൾസ് ഇവിടെ 5 ഹോൾ തീർന്നപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹോൾസിനെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഹോളിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഹോൾ കറണ്ട് എപ്പോഴും എന്തായിരിക്കും? അകത്തോട്ടും. എമിറ്റർ കറണ്ട് പുറത്തോട്ടും, കളക്ടർ കറണ്ട് അകത്തേക്കുമായിരിക്കും. ഓക്കെ, അത് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ആ പോയിന്റ് കേട്ടോ. അപ്പോൾ ബേസ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് നോക്കുന്നത് ഇലക്ട്രോൺ ആണ്. നമ്മുടെ ചാർജ് ക്യാരിയർ ഏതാണ്? ബേസ് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഹോളാണ്. ഹോൾ എങ്ങോട്ടേക്കാണ് പോയി ചെയ്തത്? അങ്ങോട്ടേക്കാണ്. ഹോളിൻ്റെ ഡയറക്ഷൻ്റെ സെയിം ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ. അപ്പോൾ അകത്തോട്ടായിരിക്കണം എപ്പോഴും ബേസ് കറണ്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ആക്ച്വലി ബേസ് കറണ്ട് മാർക്ക് ചെയ്തിട്ടില്ല, ഇവിടെ ഞാൻ ആരോ മാർക്ക് ഇട്ടിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ആ ബേസ് കറണ്ട് അവിടെ ഒരു ആരോ മാർക്ക് ഇട്ടും കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുമ്പോഴാണ് NPN ട്രാൻസിസ്റ്ററിൻ്റെ ഡയഗ്രാം കംപ്ലീറ്റ് ആവുക. ഓക്കെ, ഇനി ബേസ് വിഡ്ത്ത് മോഡുലേഷൻ അല്ലെങ്കിൽ ഏർലി എഫക്റ്റ്. വല്ലപ്പോഴും എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് എന്താണ് ഏർലി എഫക്റ്റ്. ഏർലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്നതാണ് ഏർലി എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് ശരിക്കും പറയുന്നത് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നാണ് കേട്ടോ. അതായത് നോർമലി നമുക്കറിയാം, നമ്മളിപ്പം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്തു, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ കളക്ടർ ബേസ് ജംഗ്ഷനിലോട്ട് കോൺസെൻട്രേഷൻ കൊണ്ടുവരിക കേട്ടോ, അല്ലെങ്കിൽ കളക്ടർ ജംഗ്ഷനിലോട്ട് കോൺസെൻട്രേഷൻ കൊണ്ടുവരിക. അപ്പോൾ നമ്മളിതിനെ റിവേഴ്സ് ബയസ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ റിവേഴ്സ് ബയസിങ് ഭയങ്കരമായിട്ട് കൂട്ടുവാണ്. അങ്ങനെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കളക്ടർ ബേസ് റീജിയനിൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട് അല്ലേ. റിവേഴ്സ് ബയസിങ് കൂടുമ്പോൾ നോർമലി ഡിപ്ലീഷൻ റീജിയൻ ഭയങ്കരമായിട്ട് കൂടും. അപ്പം ഡിപ്ലീഷൻ റീജിയൻ കൂടുമ്പോൾ നോർമലി നമ്മുടെ കൺസേൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബേസ്, ആ ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, പക്ഷെ കളക്ടർ കുറച്ചും കൂടെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഹെവിലി ഡോപ്ഡ് ആണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ റിവേഴ്സ് ബയസിങ് കൂടുന്ന സമയത്ത് ഡിപ്ലീഷൻ റീജിയൻ ബിൽഡ് ആവും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 ഇലക്ട്രോണും ഇവിടെ നിന്ന് ഒരു 5 ഇലക്ട്രോണാണ് പോണതെങ്കിൽ, പക്ഷേ ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ 5 ഇലക്ട്രോൺസ് ബാരിയർ ഡിപ്ലീഷൻ റീജിയൻ വലുതാവാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അത് കുറേ സ്പേസ് എടുക്കും. പക്ഷേ എൻ ഹെവിലി ഡോപ്ഡ് ആയതുകൊണ്ട് ഈ 5 ഇലക്ട്രോൺ തിക്ലി ആയിരിക്കും ഇരിക്കണം. അപ്പോൾ ചെറിയൊരു റീജിയൻ എടുക്കുമ്പോൾ തന്നെ ഈ 5 ഇലക്ട്രോൺസിന് അവർ ക്രോസ് ചെയ്ത ഡിപ്ലീഷൻ റീജിയൻ വലുതാവാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ വരുമ്പോൾ ഹോൾസ് ആണ് കേട്ടോ, ഇലക്ട്രോൺസ് അല്ല. പീര് വരുമ്പോൾ ഹോൾസ് ആണ്. അപ്പോൾ ചെറിയ ലൈറ്റ്ലി ഡോപ്ഡിങ് ആകുമ്പോൾ ഈ സെയിം കാരിയേഴ്സ് ഡിപ്ലീഷൻ റീജിയൻ വലുതാവാൻ വേണ്ടിയിട്ട് കുറേ ഏരിയ എടുക്കേണ്ടി വരും. ഹെവിലി ഡോപ്ഡ് ആകുമ്പോൾ ഡിപ്ലീഷൻ റീജിയൻ വലുതാവാൻ കൊണ്ടിട്ട് കുഞ്ഞു റീജിയൻ മതി. മനസ്സിലായോ? അപ്പോൾ ബേസിലേക്ക് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ റിവേഴ്സ് ബയസ് കൂടുന്നതനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ വലുതായി എവിടെ ഏറ്റവും കൂടുതൽ വലുതാവുക? ബേസിലോട്ട് വലുതായി വരും. അങ്ങനെ ഒരു പോയിന്റ് എത്തും സച്ച് ദാറ്റ് നമ്മൾ ബേസിന്റെ വിഡ്ത്ത് എന്ത് പറ്റും? കുറഞ്ഞ് വരും. പക്ഷെ കളക്ടറിൽ വലിയ വേരിയേഷൻ ഉണ്ടാവില്ല, കാരണം കളക്ടർ ഓൾറെഡി ഹെവിലി ഡോപ്ഡ് ആണ്. അപ്പോൾ ചെറിയ റീജിയൻ എടുത്താൽ മതി. ആ ഒരു മോഡുലേഷൻ സംഭവിക്കണതാണ് ബേസ് റീജിയന്റെ വിഡ്ത്തിന് വരുന്ന മോഡുലേഷനാണ്, ചേഞ്ചിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ റിവേഴ്സ് ബയസിങ് കൊടുക്കുന്നതുകൊണ്ടാണ് അത് ആക്ച്വലി സംഭവിച്ചത്, അല്ലേ? അപ്പോൾ വ്യക്തമായിട്ട് മിസ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം റിവേഴ്സ് ബയസിങ് ചേഞ്ച് ഇൻ ദ വിഡ്ത്ത് ഓഫ് ദ ബേസ്, അതാണ് ബേസ് ടു കളക്ടർ ബേസ് വോൾട്ടേജ്. റിവേഴ്സ് ബയസിങ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ വിഡ്ത്ത് മാറുന്നതിനാണ് എയർലി എഫക്റ്റ് അല്ലെങ്കിൽ ബേസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. റിവേഴ്സ് ബയസിങ് കൂടണം, അപ്പോൾ ജംഗ്ഷൻ്റെ അവിടുത്തെ വോൾട്ടേജ് കൂടും, ഡിപ്ലീഷൻ റീജിയൻ വലുതാവും. കൂടുതൽ പെനിട്രേറ്റ് ചെയ്യണം എങ്ങനെയായിരിക്കും? ബേസിനകത്തോട്ടായിരിക്കും. ബേസിൻ്റെ വിഡ്ത്ത് എന്ത് പറ്റും? കുറയും. ഓക്കെ, അപ്പോൾ ബേസിൻ്റെ വിഡ്ത്ത് കുറയുമ്പോൾ നോർമലി ബേസ് വിഡ്ത്ത് കുറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റീകോമ്പിനേഷൻസ് കുറഞ്ഞു കിട്ടും. അവിടെ നടക്കുന്ന റീകോമ്പിനേഷൻസ് കുറയും. ഓക്കെ, പക്ഷെ പിന്നെ നമ്മൾ ബേസ് വിഡ്ത്ത് കൂട്ടി വന്നു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ റീജിയൻ ഉണ്ടാവില്ല, ട്രാൻസിസ്റ്ററിൻ്റെ പ്രോപ്പർ ആംപ്ലിഫിക്കേഷനും നടക്കില്ല. അപ്പം ഒരു പരിധി വരെയൊക്കെ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ബേസ് കറണ്ട് കുറയും, അപ്പോൾ കളക്ടർ കറണ്ട് കൂടും. കാരണം I ഈക്വൽ ടു IB പ്ലസ് നമ്മൾ എന്താ പഠിച്ചിരിക്കണേ? I ഈക്വൽ ടു IB പ്ലസ് IC ആണ്. അപ്പം ബേസ് കറണ്ട് കുറയാന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ട് കൂടുവാണ്. പക്ഷെ ഒരു പരിധി വരെ കുറേയും കൂട്ടിക്കഴിഞ്ഞാൽ അത് പഞ്ച് ത്രൂ സംഭവിക്കും, ബേസ് ഉണ്ടാവത്തില്ല. സോ ട്രാൻസിസ്റ്റർ ആക്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. ഇതും കൂടെ ഓർത്ത് വയ്ക്കാം. അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഒരു NPN ട്രാൻസിസ്റ്റർ, ഒരു BJTയുടെ കൺസ്ട്രക്ഷൻ, NPNന്റെ വർക്കിംഗ്, ബേസ് വിഡ്ത്ത് മോഡുലേഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.